Hello, welcome to Ami's Farm. 7th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ 3rd ചാപ്റ്റർ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ട്രയാങ്കിൾസ് ആണ് നമ്മളിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിതിലൊരു 3/4 പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി പോർഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ശരിക്കും വരുന്ന 4 പ്രോബ്ലംസ് ആണ് ഒരു ടാസ്ക് ആയിട്ട് വരുന്നത്. പിന്നെയൊക്കെ എങ്ങനെയാണ് ഓരോ പിക്ചേഴ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ വീതം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം ടൈം ആകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. പുതിയ സിലബസ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എല്ലായിടത്തും കിട്ടാവുന്ന എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ അക്വയർ ചെയ്തിട്ട് അതെന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റിലെ ഓപ്പണിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കിതാ ഇങ്ങനൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഈ പിക്ചർ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റ്സും തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരയ്ക്കുക? നമ്മുടെ കയ്യിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഇതുപോലൊരു പിക്ചർ വരുന്ന രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമമായിട്ടുള്ള സൈഡ്സ് തന്നെ ട്രയാങ്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കോമ്പസിലും 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2 ഭാഗത്തു നിന്നും ഇതുപോലെ ആർക്ക് വരച്ചു കൊടുത്തു. എന്നിട്ട് ആ ആർക്ക് എവിടെയാണോ ജോയിൻ ചെയ്യണത് അവിടേക്ക് നമ്മൾ 2 അറ്റത്തു നിന്നും ഒരു ട്രയാങ്കിൾ 2 ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താവും? ഒരു ട്രയാങ്കിൾ, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആവും. ഓക്കെ, അപ്പോൾ സമമായിട്ടുള്ള സൈഡ്സുള്ള ട്രയാങ്കിളായിട്ട് മാറി. ഇനി നമ്മൾ 3 സെൻറ്റിമീറ്റർ എല്ലാം എടുത്ത് അപ്പോൾ അതിന് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ 2 പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെ നമ്മൾ 2 സൈഡിലും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്തിട്ട് 3 ലൈനിലും നിങ്ങൾ മാർക്ക് ചെയ്തോ. ആ 3 ലൈനിൽ നമ്മൾ എന്ത് വേണം? 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെയായിട്ട് 3 സെൻറ്റിമീറ്റർ ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വരുന്ന ആ 2 പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയും 3 സെൻറ്റിമീറ്റർ വേണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ നടുക്കിലെ ആ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് വരുന്ന സ്പേസ് 1 സെൻറ്റിമീറ്റർ ആവണ രീതിയിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ. എന്നിട്ട് ആ 2 ലൈനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആയി. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ട്രയാങ്കിൾ വേണം. ഓക്കെ, ഉള്ളിലല്ല, അതിനോടനുബന്ധിച്ച് തന്നെ അതിന് നമ്മൾ 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ആർക്ക് വരച്ച് 2 ട്രയാങ്കിൾ ആക്കി ഇങ്ങനെ ഒരു സ്റ്റാർ മോഡലാക്കി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ കോർണറിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ചെയ്തത്? അതുപോലെ തന്നെ എല്ലാ കോർണറിൽ നിന്നും ചെയ്യിപ്പിക്കുക. അതിൻ്റെ എതിരെ കിടക്കുന്ന കോർണർ എവിടെയാണോ അവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ആ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണത് കേട്ടോ. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ വരയ്ക്കേണ്ടതായിട്ട്, വൃത്തം വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ലൈൻസ് ജോയിൻ ചെയ്യിപ്പിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിൽ എന്ത് ചെയ്യണം? ആ ഒരു കോമ്പസ് വെക്കുക. കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ആ സ്റ്റാറിന് ഇപ്പോൾ എത്ര ഭാഗമുണ്ട്? ഒരു 6 കോർണേഴ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കോർണറിലേക്ക് നമ്മൾ കോമ്പസ് കൊണ്ട് ജസ്റ്റ് അളവൊന്ന് പിടിച്ച് ആ ഒരു ലൈനിലൂടെ, ആ ഒരു കോർണറിലൂടെ നമ്മൾ എന്ത് വേണം? സർക്കിൾ വരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ആ സർക്കിൾ എല്ലാ പോയിന്റിലൂടെ, ആ വൃത്തം ആ സ്റ്റാറിൻ്റെ എല്ലാ പോയിന്റിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ചേക്കുന്നത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് കറക്റ്റാണ്. ഇനി നമുക്ക് ചിത്രത്തിൽ ആ ഒരു പിക്ചറിലുള്ള പോലെ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് വീണ്ടും ഒന്നും കൂടിയും കറക്റ്റ് ഓർഡറിൽ വരയ്ക്കണം കേട്ടോ. കളർ റെഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവില്ല. അതുകൊണ്ട് ഗ്രീൻ വെച്ച് ഞാൻ ഒന്നും കൂടി വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കോമ്പസ് കറക്റ്റായിട്ട് വെച്ചോളൂ കേട്ടോ. ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമ്പസ് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 2-3 ലൈൻസൊക്കെ വരുന്നത്. അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തോളൂ. ഇനി നമുക്ക് ആ ഫസ്റ്റ് പിക്ചറിലുള്ള പോലെ ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ ഫോം ചെയ്യണം. കണ്ട യെല്ലോ പിങ്ക് കളറിൽ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ കോർണറിലും ഇപ്പം ഞാൻ വരയ്ക്കണ കണ്ടില്ലേ? ആ ഒരു കോർണേഴ്സിൽ നിന്ന് നമ്മളിതാ ഇങ്ങനെ ഒരു വി ഷേപ്പ് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് ആലോചിച്ചാൽ മതി. സെൻറ്ററിൽ നിന്ന് എല്ലാ കോർണറിലേക്കും നിങ്ങൾ എന്ത് വേണം? ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഓരോ ട്രയാങ്കിൾസ് ആയിട്ട് നമുക്കൊരു 6 ട്രയാങ്കിൾസ് കിട്ടും കേട്ടോ. നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ കോർണറിലേക്കും നിങ്ങൾ വരച്ചു കൊടുക്കണം ആദ്യം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ കളർ ചെയ്യാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ യെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടെ വരച്ചേക്കുന്ന റെഡ് ആയതുകൊണ്ട് ആ യെല്ലോ കറക്റ്റായിട്ട് കാണാമല്ലേ? നിങ്ങൾക്ക് വീണ്ടും 2 ത്രികോണങ്ങളായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ യെല്ലോ വരച്ചതിൻ്റെ മുകളിലായിട്ട് തന്നെ ഞാൻ വീണ്ടും റെഡ് കൊണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ യെല്ലോ ഉള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? റെഡ് ട്രയാങ്കിൾസ് ആക്കുന്നുണ്ട്. റെഡ് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ട്
ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ് വരയ്ക്കുന്നത്. സോ ഭയങ്കര നീറ്റായിട്ടൊന്നും വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേഗം വരച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ പിങ്ക് ഉള്ള സ്ഥലത്ത് ഞാൻ ഗ്രീൻ കളറും കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിക്ചറിൽ ടെക്സ്റ്റിൽ പിങ്ക് ഉള്ള സ്ഥലത്ത് ഞാൻ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കത് അതുപോലെയുള്ള ഒരു ഫോം തന്നെ കിട്ടി. ഇനി നിങ്ങൾക്ക് അതിലെ രണ്ടാമത്തെ പിക്ചർ കാണണമെങ്കിൽ സർക്കിൾ വരയ്ക്കുന്നതിന് പകരം അതിൻ്റെ എല്ലാ അറ്റങ്ങളും ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ പിക്ചർ കാണുമ്പോൾ? സർക്കിൾ വരച്ചതിന് പകരം ആ ഓരോ സ്റ്റാറിൻ്റെ ഓരോ കോർണേഴ്സില്ലേ അത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ പിക്ചർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിതാ ഈ പിക്ചറിലുള്ള പോലത്തെ ഫിഗർ വരയ്ക്കണം. അപ്പോൾ അതിലൊരു ഫിഗർ വരച്ചാൽ നെക്സ്റ്റ് ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. കാരണം എന്താ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 6 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഈ ലൈൻ ഇവിടെ ജസ്റ്റ് വളഞ്ഞ പോലെ തോന്നും, അതങ്ങനെയല്ല ക്യാമറയുടെ പൊസിഷൻ കാരണം. ഇനി നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു, 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മുടെ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ എന്ത് വേണം, നമുക്ക് 2 ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ നിന്നും ആർക്ക് വരച്ചു കൊടുത്തു, അതുപോലെ 2 അറ്റത്തു നിന്നും നമ്മൾ ആർക്ക് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ആർക്കിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ആ ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ എല്ലാ വശം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ, എല്ലാ ഭാഗങ്ങളും തുല്യമായിട്ടുള്ള ഒരു സമഭുജ ത്രികോണം കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ പിക്ചർ കിട്ടാനായിട്ട് ആ മുകളിലത്തെ ലൈൻ എങ്ങനെയാണോ പോകണം അതിന് നേരെ തന്നെ നമ്മുടെ താഴത്തെ ട്രയാങ്കിളിൻ്റെ ഒരു വശം കിട്ടണം. അത് 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്ന് താഴത്തോട്ട് ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ മുകളിലത്തെ ട്രയാങ്കിൾ 3 സെൻറ്റിമീറ്റർ, താഴത്തെ ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗം 3 സെൻറ്റിമീറ്റർ. ഇതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിളിൻ്റെ ഒരു വശം നമ്മൾ ഇതുപോലെ നീട്ടി വരച്ചു കൊടുക്കുക. അപ്പോൾ നോക്കിയേ, മുകളിലത്തെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ, താഴത്തെ ട്രയാങ്കിളിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ അടുത്ത 3 സെൻറ്റിമീറ്റർ വന്നു. ഇനി നമ്മൾ ബാക്കി 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ വശങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കിട്ടുക. സമഭുജ ത്രികോണങ്ങൾ 3 എണ്ണം കിട്ടി. ക്ലിയർ ആയല്ലോ? ഒന്നും ചെയ്തില്ല. ആദ്യം ഒരു സൈഡ് വരച്ചു, ഒരു ലൈൻ വരച്ചു, 6 സെൻറ്റിമീറ്റർ, അതിനെ തുല്യമായി ഭാഗിച്ചു, 3 സെൻറ്റിമീറ്ററിൽ പോയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത 3 സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ആർക്ക് ആ സെൻറ്ററിൽ നിന്നും ഒരു ലൈനിൽ നിന്നും വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്യിപ്പിച്ചു. ക്ലിയർ ആയില്ലേ? അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ജോയിൻ ചെയ്യിപ്പിച്ച് 2 ട്രയാങ്കിൾ നമുക്ക് മുകളിലായിട്ട് കിട്ടി. ഇനി നമ്മൾ താഴത്തോട്ട് വന്നപ്പോൾ എന്താ ചെയ്തത്, ആ മുകളിലത്തെ ട്രയാങ്കിളിലെ ഓരോ വശം സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന വശങ്ങളുണ്ടല്ലോ, ആ വശം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് താഴത്ത് ഒരു 3 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വരച്ചു. അടുത്ത ട്രയാങ്കിളിൻ്റെയും ഒരു വശം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, അവിടെയും 3 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തു. 2 എൻഡ് പോയിൻറ്റും നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് 3 സമഭുജ ത്രികോണങ്ങൾ കിട്ടി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് ഇതാ സൈഡിൽ കിടക്കണം 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ വേണ്ടത്, അവിടെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ആ മെഷർമെൻറ്റ്സ് എടുത്ത് അങ്ങോട്ട് വരച്ചാൽ മതി. ഓക്കെ, ആദ്യം 3 സെൻറ്റിമീറ്ററിലെ ഒരു ലൈൻ വരച്ചു. പിന്നെ നമുക്ക് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. സാധാ പോലെ കോമ്പസ് എടുക്കുന്നു, സ്കെയിലിൽ ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. എന്നിട്ട് ഒരറ്റത്ത് നിന്ന് 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ആർക്ക് മാർക്ക് ചെയ്യാം. എപ്പോഴും ആർക്ക് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ആർക്ക് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു, വേറൊരു പോയിന്റിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിയേ, 2 ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യണില്ല. അതുകൊണ്ടാണ് വലിയ രീതിയിൽ തന്നെ നിങ്ങൾ ആർക്ക് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വീണ്ടും 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വീണ്ടും ആ പോയിന്റിൽ എവിടെ നിന്നാണോ 4 സെൻറ്റിമീറ്റർ ഞാൻ ആർക്ക് വരച്ച് അവിടെ നിന്ന് ഒന്നും കൂടി വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ 2 ആർക്കും ജോയിൻ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അവിടെ നിന്ന് നമ്മുടെ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ച ലൈനിൽ നിന്ന് 2 അറ്റത്തിൽ നിന്നും അവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് അവിടെ 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും കിട്ടും. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ഫിഗർ കിട്ടി. ഇനി അതിന് താഴെ വേറൊരു ഫിഗറിനെ പറ്റി പറയുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു, നമ്മൾ ഇത്ര നേരം വരച്ചത് ഇതാ ഈ ഒരു ട്രയാങ്കിൾ ആയിരുന്നു വരച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു ട്രയാങ്കിളാണ് വേണ്ടത്. ഒന്നുമില്ല, 2 ട്രയാങ്കിൾ നമ്മൾ ഒരുമിച്ച് വയ്ക്കുക, ഒരേ മെഷർമെൻറ്റ്സ് ഉള്ളത്. അതെങ്ങനെ വരയ്ക്കും? അപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. ഇതാ ഇങ്ങനെ ഫസ്റ്റ് നമുക്കൊരു ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബേസ് 3 സെൻറ്റിമീറ്റർ തന്നെയാണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെയാണല്ലോ 6 സെൻറ്റിമീറ്റർ വന്ന്, ഇനി നമുക്ക് ഇവിടെ 6 സെൻറ്റിമീറ്റർ വരണം. ഓക്കെ, ഇവിടെ 4 സെൻറ്റിമീറ്റർ വന്നപ്പോൾ അതാ ഇവിടെ 4 സെൻറ്റിമീറ്റർ വരണം. അങ്ങനെയാണല്ലോ ഈ പിക്ചറിലുള്ളത്. അതെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് നോക്കി നിങ്ങൾ. നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ തന്നെ ഒന്നും കൂടി നിങ്ങൾ വരച്ച് വയ്ക്കുക. ഓക്കെ, അത് വരച്ച് വെച്ചതിന് ശേഷം, അപ്പോൾ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ആ ഫിഗറിൽ തന്നെയാണ് ഇത് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് എടുത്ത് വരച്ചത്.
ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് എടുത്ത് വരച്ചു. ഇനി നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുത്തത് എവിടുന്നാണ്? ഇവിടുന്നാണ് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങളിങ്ങനെ വരച്ചത്. അപ്പം ഞാൻ ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ഇവിടുന്ന് എടുത്തു. അപ്പോൾ ഇനി 6 സെൻറ്റിമീറ്റർ ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് നമ്മളിതാ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് എവിടെയാണോ ഈ 2 ആർക്ക് ജോയിൻ ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ ഇവിടെ നിന്നും 2 ലൈൻ വരച്ചു കൊടുക്കുന്നു. നമ്മുടെ ഫിഗർ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ള ആ ട്രയാങ്കിളിൻ്റെ അവിടെ നിന്ന് തന്നെ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം 4 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരച്ചു. പിന്നെ അടുത്ത പോയിന്റിൽ നിന്ന് ആ ലൈനിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് രണ്ടാമത്തെ ആർക്കും വരച്ചു. അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ആ ലൈനിൻ്റെ രണ്ടറ്റത്തു നിന്നും ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുത്തു. ഇപ്പം നമുക്ക് നോക്കിയേ, നമ്മൾ ആ ഒരു പിക്ചറിൽ കണ്ട ഫിഗർ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നു തരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ലാർജസ്റ്റ് ഇപ്പോൾ അതാ ഒരു ട്രയാങ്കിൾ, ഇതിൻ്റെ ഏറ്റവും വലിയ ആംഗിൾ കോണ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമായിരിക്കും ഏറ്റവും വലിയ വശം ഈ ഒരു ട്രയാങ്കിളിൽ, ഈ ഒരു ത്രികോണത്തിൽ. ഇതാണ് ഏറ്റവും ചെറിയ വശം, അല്ലെങ്കിൽ ചെറിയ കോണ്, ചെറിയ ആംഗിൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാളുടെ ഓപ്പോസിറ്റുള്ള ഈ വശമായിരിക്കും ഏറ്റവും ചെറിയ വശം. ഇതൊരു മീഡിയം ആയിട്ടുള്ള ആംഗിളാണ്. കാരണം ഇതൊരു 19, ഇതൊരു 13, ഇതൊരു 45 അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇത് ഏറ്റവും വലുത്, ഇത് ഏറ്റവും ചെറുത്, ഇതൊരു മീഡിയം ആണല്ലോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ഒരു മീഡിയം ലെവലുള്ള ഒരു മെഷർമെൻ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത്. അതാണ് ആ പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലാർജസ്റ്റിന് നേരെ ലോങ്ങസ്റ്റ് ഏറ്റവും വലിയ ലൈൻ അതായിരിക്കും. അതുപോലെ ഏറ്റവും ചെറിയ കോണിൻ്റെ നേരെ ഉള്ളതായിരിക്കും ഏറ്റവും ചെറിയ വശം, സൈഡ്. ഒരു ഇടത്തരം മീഡിയം ആയിട്ടുള്ള ഒരു ആംഗിൾ കോണുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും മീഡിയം ആയിട്ടുള്ള ലെങ്ത് ഉള്ള സൈഡ്, അല്ലെങ്കിൽ ഒരു ഇടത്തരം വശം എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം വേറൊരു കാര്യമാണ്. അത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് 3 വശങ്ങളുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ വരാൻ പോകുന്ന ആ ഒരു ആക്ടിവിറ്റീസിൽ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വശം എടുത്തു. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത് അവിടെ എടുത്തിട്ടുണ്ട് 5, 7, അതുപോലെ 4. ഇങ്ങനെയാണ് നമ്മുടെ 3 വശങ്ങളുള്ളത് ആണല്ലോ. ഇതിൽ ഏറ്റവും വലിയ വശം 7 നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു തത്വം പഠിക്കുകയാണ്. ബാക്കി 2 വശങ്ങൾ കൂട്ടുമ്പോൾ ഏറ്റവും കൂടിയ വശത്തിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം. ഇവിടെ 5 + 4 കൂട്ടുമ്പോൾ 9 7നേക്കാൾ കൂടിയല്ലോ. ഇതാണ് അവിടുത്തെ തത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇവിടെ 2.5, 3.5, 4.5. ഏറ്റവും വലുത് 4.5 ആണ്. 4.5 കൂടുതൽ, ഏറ്റവും വലുത്. അപ്പോൾ നമ്മളിനി ബാക്കി 2 വശങ്ങളും കൂട്ടണം. അത് കൂട്ടിയിട്ട് 4.5നേക്കാൾ കൂടുതൽ വേണം. അതാണ് അതിൻ്റെ തത്വം. അപ്പോൾ 3.5ഉം 2.5ഉം തമ്മിൽ കൂട്ടുമ്പോൾ 5 + 5 10 0 എഴുതി 1 ഇങ്ങോട്ട് എഴുതി 3, 4, 5, 6, 6.0. 4.5നേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ ഇത് ശരിയാണ്. ഇതാണ് ഒരു തത്വം. നമ്മുടെ ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പഠിച്ചു വയ്ക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം സെക്ഷൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആയാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം ഏതൊക്കെ സംഖ്യയാകും? ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പേഴ്സ്. 1 തൊട്ട് 9 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് 2 സൈഡ്സ്, അവിടെ ആ ഒരു ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ 2 വശം തന്നിട്ടുണ്ട്. ഒരെണ്ണം 5ഉം ഒരെണ്ണം 8ഉം. വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ്? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ നമ്മളൊരു തിയറം പഠിച്ചു, ഒരു ത്രികോണത്തിൻ്റെ തത്വം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്ററോ 8 സെൻറ്റിമീറ്ററോ. മൂന്നാമത്തെ വശം നമുക്ക് അറിയില്ല കേട്ടോ. ആ മൂന്നാമത്തെ വശത്തിന് ഏതൊക്കെ എണ്ണൽ സംഖ്യകൾ, ഏതൊക്കെ നമ്പേഴ്സ് വരാം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു നമ്പർ അല്ല ഉണ്ടാവുക, ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവുക. അത് ഏതൊക്കെ വരാം എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ പോസിബിൾ ലെങ്ത് ഓഫ് തേർഡ് സൈഡ്, മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒരു തിയറം വഴിയാണ്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. യൂസിങ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി തിയറം. നമ്മൾ നേരത്തെ ഇതൊരു സിദ്ധാന്തമാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? 3 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. 3 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ, ഇവിടെ 5, ഇവിടെ 4 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് 7 ഇതെന്ന് പറയുന്നത് ബാക്കി 2 വശങ്ങളുടെ തുക ടോട്ടലിനേക്കാൾ ചെറുതായിരിക്കും. 7 എന്ന് പറയുന്നത് ചെറുതാണ് 5 + 4നേക്കാൾ. 5 + 4 എത്ര? 9 അപ്പോൾ 9നേക്കാൾ ചെറുതാണല്ലോ 7. കറക്റ്റാണ്. എവിടേക്കാണോ ഈ ഒരു
വായ തുറന്നിരിക്കുന്നത് അവിടെയാണ് വലിയ നമ്പർ. എവിടേക്കാണോ ഇതിങ്ങനെ അടച്ചിരിക്കുന്നത് അവിടെയാണ് ചെറിയ നമ്പർ. അതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. ഗ്രേറ്റർ ദാൻ, ലെസ്സർ ദാൻ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു ത്രികോണ അസമത്വ സിദ്ധാന്തം വഴി ഫോർ എനി ട്രയാങ്കിൾ വിത്ത് സൈഡ് എ ബി സി, ഏതെങ്കിലും ത്രികോണത്തിൻ്റെ വശങ്ങൾ എ ബി സി ആണെങ്കിൽ നമ്മൾ ആ സിദ്ധാന്തം എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ പ്ലസ് ബി എന്ന് പറയുന്നത് സിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. സി ആണ് വലിയ വശം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് വശം കൂട്ടുമ്പോൾ സിനേക്കാൾ വലുതായിരിക്കും ഇത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ സി അല്ല വലുതെന്ന് വിചാരിക്കുക, ബി ആണ് വലുതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ ബിനേക്കാൾ വലുതാണ്. ഇനി നമ്മുടെ കയ്യിലെ എ ആണ് വലുതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ സി എന്ന് എഴുതിക്കോ കേട്ടോ. ഇവിടെ തെറ്റാണ്, ബി പ്ലസ് സി ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ആണ് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ട് വശങ്ങൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? എനേക്കാൾ ഗ്രേറ്റർ ആണ്. ഇതാണ് നമ്മുടെ തത്വം. ആ മൂന്ന് വശങ്ങളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് മാറ്റി. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ത്രികോണം ഉണ്ട്, അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അവിടെ 5, 8 ഉണ്ട്. മൂന്നാമത്തെ വശം നമുക്ക് അറിയില്ല, അത് എത്രയൊക്കെ ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇവിടുത്തെ തിയറമുണ്ട്. ഓക്കെ, ത്രികോണത്തിൻ്റെ എന്തുണ്ട്? സിദ്ധാന്തമുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതുക? അപ്പോൾ ഇവിടെ നിങ്ങൾ സപ്പോസ് വിചാരിക്കുക ഇവിടെ 5 ആണ്, ഇവിടെ 8 ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ സി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ അവിടെ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സി എന്ന് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതുവഴി നിങ്ങൾ ഇതൊന്ന് എഴുതുക. ഓക്കെ, ഇതുപോലെ തന്നെ എഴുതി വയ്ക്കുക. 5 + 8 എന്ന് പറയുന്നത് എന്താണ്? എക്സിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കണ്ട, ഈ ഒരു സാധനം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതെങ്ങനെ എഴുതാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എക്സിൻ്റെ അവിടേക്ക് വായ അടഞ്ഞിട്ടുള്ളതല്ലേ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഇവിടെ എഴുതുമ്പോൾ എക്സ് എഴുതിയിട്ട് വായ അടഞ്ഞ ഭാഗം ഇങ്ങോട്ട് ഇടുക. ഇനി ഇവിടുത്തെ രണ്ട് മെഷർമെൻറ്റ്സും കൂട്ടുക. അപ്പോൾ എത്രയും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 13 ആണ് കിട്ടുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്തത് എടുക്കണു. ഇപ്പം നമ്മൾ 5ഉം 8 എടുത്ത്, ഇനി നമ്മുടെ കയ്യിലുള്ള വശം 5ഉം എക്സും ആണെന്ന് വിചാരിക്കുക. അറിയില്ല, പക്ഷേ ആ മെഷർമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 + x എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായിരിക്കും 8നേക്കാൾ കൂടുതൽ. ഇതിന്നൊക്കെ നമ്മൾ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ, കാരണം മൂന്നാമത്തെ വശം നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഈ വായ ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ്? എക്സിൻ്റെ അവിടേക്ക് തുറന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ എക്സ് എഴുതിയതിന് ശേഷം ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് എഴുതുക, ആ തുറന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ 5ഉം 8ഉം കൂട്ടിയിട്ടാണ് 13 എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എഴുതുമ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങളൊന്ന് മാറ്റി എഴുതണം. 5 + x = 8 അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് എന്ന് പറയുന്നത് എന്താ എഴുതുക? ഈ 5നെ =ൻ്റെ അവിടേക്ക് കൊണ്ടുപോകും. ഇവിടെ +5 ആയിട്ടാണ് എടുക്കണത്. =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ 8 - 5 എന്ന് പറയുന്നത് 3 ആവും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എക്സ് 3 എന്നല്ല 3 കിട്ടി ആണല്ലോ. അപ്പം നമ്മൾ ഈ എക്സ് ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. എക്സ് ഞാനിവിടെ എടുത്ത് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ നമ്പേഴ്സിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ എനിക്ക് എത്ര കിട്ടി? 3 കിട്ടി. ഞാൻ പറഞ്ഞു എക്സിൻ്റെ അവിടെ ഈ സിമ്പൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ നിങ്ങളെടുത്ത് എഴുതി വെക്കണം. അപ്പം ഞാനിവിടെ വായ തുറന്നു വെച്ചു. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അടഞ്ഞ ഭാഗമായിരുന്നു എക്സിൻ്റെ അവിടേക്ക്. അതുകൊണ്ട് നമ്മൾ എക്സ് എഴുതി അടഞ്ഞ ഭാഗം ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, ലെസ്സറാണ് കാണിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് >3 എഴുതി. ക്ലിയർ ആയില്ലേ? ഈ അടഞ്ഞ ഭാഗം എന്നൊക്കെ പറയണത് എനിക്കറിയാം, കുറേ പേർക്ക് ഇത് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയില്ല. ഈ ഒരു ടെക്നിക്ക് വഴിയെങ്കിലും നിങ്ങളതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത്, ഇനി നമുക്ക് എക്സും 8ഉം ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമ്മൾ A C B A എന്ന് എടുത്തില്ലേ, അതുപോലെ തന്നെ ഈ നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. അത്രയുള്ള ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്, തിയറം എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് പഠിക്കുക. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് 8ഉം x ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 8 + x > 5 അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? x എന്ന് പറയുന്നത് ഈ വായ എങ്ങോട്ടാണ് തുറന്നിരിക്കുന്നത്? ഇങ്ങോട്ട്. അപ്പോൾ x ആണ് അവിടെ വലുത്. ആരിനേക്കാൾ വലുതായിരിക്കും? എക്സിനെ അവിടെ നിർത്തുക. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മാറ്റണം. എങ്ങനെയാണ് നമ്മൾ മാറ്റുക? 8 + x = 5 ആയിട്ടാണ് കിടക്കുന്നത്. x = 5. ഇവിടെ 8 പോസിറ്റീവ് 8 ആണല്ലോ, =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -5 - 8. നമുക്കറിയാം 5 - 8 എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമ്മൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് വലുതിൻ്റെ സൈൻ ഇടണം, നമുക്കറിയാം അത്. ഓക്കെ, അപ്പോൾ 8 ന്ന് 5 പോയി കഴിഞ്ഞാൽ 3 കിട്ടുക. അപ്പോൾ ആ ഒരു വലിയ നമ്പർ ഏതാ? 8 ആണ്. അതിൻ്റെ സൈൻ ഏതാ? മൈനസ് ആണ്. അപ്പം -3 കിട്ടും ആൻസർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മളടുത്ത സിമ്പിൾ > -3 ആണ്.
അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കിട്ടി. കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു വട്ടം എഴുതിയോണ്ട് നിങ്ങൾക്ക് കിട്ടില്ല, 2-3 വട്ടം എഴുതി പഠിച്ചാൽ തന്നെ ഇത് കിട്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തിയറം എങ്ങനെയാണ് എഴുതിയിരിക്കണം അതുപോലെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 5 എന്ന് പറയുന്നത് എയും 8 എന്ന് പറയുന്നത് ബിയും എക്സ് എന്ന് പറയുന്നത് സിയും ആണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു, അത്രേ ഉള്ള കാര്യം കേട്ടോ. പിന്നെ നമ്മളിവിടെ ബി സി എ എന്ന് കൊടുത്തതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എക്സിനെ അവിടെ നിർത്തി 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയി, എക്സിനെ അവിടെ നിർത്തി 8നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തു. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഈ സിദ്ധാന്തം വഴി നമ്മൾ എങ്ങനെ നമ്പേഴ്സ് കണ്ടുപിടിക്കുക? നമുക്കറിയാത്ത നമ്പർ എക്സ്, അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് 13നേക്കാൾ ചെറുതാണ്. എക്സ് ലെസ്സർ ദാൻ 13 എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെസ്സർ ദാൻ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13നേക്കാൾ ചെറുത് വരുന്ന, തൊട്ട് ചെറുത് വരുന്ന നമ്പർ ഏതാ? 12 ആണല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 12നും എന്നാൽ എക്സ് എന്ന് പറയുന്നത് 3നേക്കാൾ ഗ്രേറ്ററും ആണ്. അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് എന്ന് പറയുന്നത് 3നേക്കാൾ വലുതാണ്. 3 കഴിഞ്ഞ് വരുന്ന വലിയ നമ്പർ ഏതാ? 4 ആണ്. അപ്പോൾ 4 തൊട്ടും 12 വരെയും അതിനകത്തുള്ള നമ്പറാണ് ആര്? എക്സ്. ഇവിടെ വേറെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ -3 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് -3 വേണ്ട, അവർ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 4നും 12നും ഇടയ്ക്കാണ് നമ്മുടെ നമ്പേഴ്സ് വരിക. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 3 ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 13 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആൻസറിൽ എഴുതുമ്പോൾ ഇതുപോലെ എഴുതിയാൽ മതി. 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത്രയും നമ്പേഴ്സ് വരാം. ഇനി ഞാൻ അതൊന്ന് മനോഹരമാക്കി നമ്മുടെ മാത്സിൽ ഒന്ന് എഴുതിയിരിക്കുന്നതാണ്. 3നേക്കാൾ വലുതായിരിക്കും എക്സ്, എന്നാൽ 13നേക്കാൾ ചെറുതായിരിക്കും എക്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാൻ പറയുന്നു ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഒരു വട്ടം കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവത്തുമില്ല. നിങ്ങൾ 2-3 വട്ടം ഇരുന്ന് കേൾക്കുമ്പോൾ തന്നെ എഴുതി പോവുക. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും. ഇതൊന്നും നമുക്ക് വേറെ രീതിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതിങ്ങനെയുള്ള കുറച്ച് കണ്ട ഈ ഒരു സിദ്ധാന്തം വഴി നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളൊരു 3 വട്ടമൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവട്ടോ. എന്നിട്ടും മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററുമാണ്. മൂന്നാം വശത്തിൻ്റെ നീളം എത്രയാണ്? ഇപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ കേട്ടോ. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 2 ഓഫ് ദ സൈഡ്സ് ആർ 1 സെൻറ്റിമീറ്റർ ആൻഡ് 99 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുന്നത് ആ ഒരു സിദ്ധാന്തം ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ വരുന്നത്, എങ്ങനെയാണ് മെഷർമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള ടെക്നിക്ക് ഒന്ന് പഠിച്ചു വയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതിയതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? 2 സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററും 99 സെൻറ്റിമീറ്ററും ആണ്. ഓക്കെ, അത് നമ്മളെടുത്ത് എഴുതി വെച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ വശം അറിയില്ല. അപ്പോൾ ലെങ്ത് ഓഫ് തേർഡ് സൈഡ്, മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എക്സാ കൊടുത്ത് ഇവിടെ നമ്മൾ വൈ കൊടുക്കണം. ഇനി നമ്മൾ അതിൽ എഴുതിയ പോലെ തന്നെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൽ 1ഉം 99 ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് വൈ. അങ്ങനെയാണെങ്കിൽ വൈ ആണ് ഏറ്റവും വലുതെങ്കിൽ എന്താ ഞാൻ പറഞ്ഞേ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വൈയിനേക്കാൾ വലുതായിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചു. നമ്മുടെ സിദ്ധാന്തം ഇൻഇക്വാലിറ്റി തിയറം വഴി 1 + 99 ഗ്രേറ്റർ ദാൻ വൈ, വൈനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താണ്? അപ്പം നിങ്ങൾ എന്ത് വേണം, ഇവിടെ ഒരു ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താ? 1 + 99 100 ആണ്. പക്ഷെ നമ്മുടെ സിമ്പിൾ ഇങ്ങോട്ട് എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക. ഈക്വൽ ടു 2 കൊടുക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈ എന്ന് പറയുന്നത് ഈ സിമ്പിൾ എങ്ങനെയാണ്? വൈയുടെ അവിടേക്ക് അടഞ്ഞ വായാണ്, ക്ലോസ്ഡ് മൗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ വൈ എന്ന് എഴുതുക, ക്ലോസ്ഡ് മൗത്ത് എഴുതുക, ഇങ്ങോട്ട് ക്ലോസ്ഡ് ആയിട്ട് വേണം എഴുതുക. ഇവിടെ 100. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സപ്പോസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 199 വൈ, ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും വലുത് 99 ആകും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലുതാവണം. അപ്പം നമ്മളത് എഴുതി വെച്ചു. 1 + y ഗ്രേറ്റർ ദാൻ 99 ആണ്. അപ്പോൾ വൈ എന്തായിരിക്കും? വൈ എന്ന് പറയുന്നത് ഇങ്ങോട്ട് നമ്മൾ എടുക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1 + y = 99 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഈ 1ന് നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം, 99ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ +1 ആയിട്ടാണ് കിടക്കുന്നത്. ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ 99 - 1 എത്ര കിട്ടി നമുക്ക്? 98 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ ഇതുവരെ ചെയ്യാൻ പറഞ്ഞ്? വൈ എടുത്ത് എഴുതി വെക്കാൻ പറഞ്ഞു. ഈ സിമ്പിൾ വൈയുടെ അവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? വൈയുടെ അവിടേക്കാണ് വലുതായി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയായിരുന്നു? 98. അത് എഴുതി വെക്കുക.
രണ്ടാമത്തെ കിട്ടിയില്ലേ. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് വശം എന്ന് പറയുന്നത് ഇങ്ങനെയും വരാം. ഇവിടെ 99ഉം ഇവിടെ 1ഉം ഇവിടെ വൈയും ആയിരുന്നില്ലേ. ഇത് രണ്ടും 1 ആണ് ഏറ്റവും വലിയ വശം എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, സപ്പോസ് വിചാരിക്കുക. അപ്പം 99ഉം വൈയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 1നേക്കാൾ കൂടുതൽ കിട്ടും. ക്ലിയർ ആയോ? ഈ 1 എന്താ വലുതായി വന്നുകൂടെ? വലുതായി വരാമല്ലോ. അങ്ങനെയൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 99 + y ഗ്രേറ്റർ ദാൻ 1 ആണ്. 1നേക്കാൾ വലുതാണ് ബാക്കി രണ്ട് നമ്പേഴ്സും കൂടി കൂട്ടുമ്പോൾ. നമുക്ക് y കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? y ഈക്വൽ ടു, ഞാൻ പറഞ്ഞു 99ൻ്റെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം നമ്മൾ. ഓക്കെ, 1ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ +99 ആയിട്ടൊക്കെ എടുക്കുന്നത്. ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ y ഈക്വൽ ടു 1 - 99. 99ൽ നിന്ന് 1 പോകുമ്പോൾ അപ്പോൾ നമുക്ക് -98 ആണ് കിട്ടുക കേട്ടോ. അതെങ്ങനെ കിട്ടുകയെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടി ജസ്റ്റ് നമുക്കൊന്ന് എഴുതി കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ ഒരു ഇക്വേഷനെ നമ്മൾ മാറ്റുന്നത് 99 + y ഈക്വൽ ടു 1 ആക്കി. വൈനെ നമുക്ക് കണ്ടുപിടിക്കണം. 99 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -99 ആവും. 1 - 99. 99ന്ന് 1 കുറയ്ക്കുക, 98 ആണ് കിട്ടുക. ഏറ്റവും വലിയ നമ്പറിൻ്റെ സിമ്പിൾ ഇടുക. -98 നമുക്ക് കിട്ടും. 99 ആണല്ലോ വലുത്, അവിടുത്തെ സൈൻ മൈനസ്. അപ്പോൾ നമുക്ക് -98 കിട്ടും. അപ്പോൾ ഇവിടെ y വരാവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കാം? അപ്പോൾ നമ്മൾ ഇവിടുത്തെ 3 ഇക്വേഷൻസ് എടുക്കുക. y എന്ന് പറയുന്നത് 100നേക്കാൾ ചെറുതായിരിക്കും. കണ്ടോ, വായ അടഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ y എന്ന് പറയുന്നത് 100നേക്കാൾ ചെറുതായിരിക്കും. 100നേക്കാൾ ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? 99 ആണ്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് y എന്ന് പറയുന്നത് 98നേക്കാൾ വലുതായിരിക്കും. 98നേക്കാൾ വലുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 98 അല്ല, അതിൻ്റെ വലുത്. അതിൻ്റെ വലുത് എന്ന് പറയുന്നത് എന്താണ്? 99 ഉണ്ട്. എന്നാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? 100നേക്കാൾ വലുതാവാൻ പാടില്ല, 100നേക്കാൾ ചെറുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 99 ആണ് ആൻസർ വരിക. കണ്ടോ, 98നേക്കാൾ വലുതാണ് നമ്മുടെ y. പക്ഷേ 100നേക്കാൾ എന്താ പറഞ്ഞത്? ചെറുതാണ്. അപ്പോൾ 99 ആണ് y ആയിട്ട് വരിക കേട്ടോ. ക്ലിയർ ആയില്ല? നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാര്യങ്ങൾ. ഒന്നും കൂടി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു y എന്ന് പറയുന്നത് എന്താണ്? 100നേക്കാൾ ചെറുതാണ്, 98നേക്കാൾ എന്താണ്? വലുതാണ്. അപ്പോൾ 98നേക്കാൾ വലുത് 99 ഉണ്ട്, 100നേക്കാൾ ചെറുതും 99 ആണ്. അപ്പോൾ 99 ആൻസർ വന്നു. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഈ ഒരു തിയറം വെച്ചിട്ട് തന്നെയാണ്. ആ 3 തിയറം നമുക്ക്, ആ തിയറത്തിലെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ്, അത് 3 അവിടെ ഓക്കെ ആയാൽ മാത്രമാണ് നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അത് കറക്റ്റാണ്, ഇത് വെച്ച് നമുക്ക് ത്രികോണം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ വശം എടുക്കുക, ബാക്കി 2 വശങ്ങൾ കൂട്ടുമ്പോൾ അതിൻ്റെ തുക, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനേക്കാൾ വലുതായിരിക്കും, ഈ വലിയ വശത്തിനേക്കാൾ വലുതായിരിക്കും. അതായിരുന്നു നമ്മുടെ സിദ്ധാന്തം. അതിൽ 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. a + b എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ c ആണ്. അതുപോലെ ഓരോ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർത്ത് വെക്കണം. ചുവടെയുള്ള കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 ലെങ്ത് ക്യാൻ ബി യൂസ് ടു ഡ്രോ എ ട്രയാങ്കിൾ? 3 സെറ്റ് തന്നിട്ടുണ്ട്. ഓരോ സെറ്റ് എടുത്തിട്ട് ആ മെഷർമെൻറ്റ്സ് വെച്ച് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ 4ഉം 6ഉം 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ സൈഡിൽ എടുത്ത് എഴുതി വെച്ചോളൂ. നമ്മൾ ആ സിദ്ധാന്തം പറഞ്ഞിട്ടുണ്ട്, തിയറം പറഞ്ഞിട്ടുണ്ട്. a + b ഗ്രേറ്റർ ദാൻ c, a + c ഗ്രേറ്റർ ദാൻ b, b + a ഗ്രേറ്റർ ദാൻ a എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയും ബിയും നമുക്ക് 4ഉം 6ആയിട്ട് കൊടുക്കാം. 4ഉം 6ഉം കൂടി കൂട്ടുക. നമുക്ക് എത്രയാണ് കിട്ടുക? 4ഉം 6ഉം കൂട്ടിയ 10 കിട്ടുക. 10 10നേക്കാൾ വലുതാണോ? c എന്ന് പറയുന്നത് 10 ആയിട്ടും കൊടുത്തു. 10 10നേക്കാൾ വലുതാണോ? അല്ല, ഫോൾസ് ആണ്. അപ്പം നമുക്കതൊരു ത്രികോണം ഉണ്ടാക്കാൻ പറ്റില്ല. തെറ്റായതുകൊണ്ട് ത്രികോണം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് a + c ഗ്രേറ്റർ ദാൻ b, b + a ഗ്രേറ്റർ ദാൻ a, ആ താഴെയുള്ള 2 എണ്ണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ആ ഒരു തിയറത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ തെറ്റാണ് വന്നത്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ആ 3 സ്റ്റെപ്പുകളും ചെയ്യുമ്പോൾ ട്രൂ ആയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ശരിയായാൽ മാത്രമാണ് നമുക്ക് ത്രികോണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കാം. 3ഉം 4ഉം 5ആണ് എടുത്തിരിക്കുന്നത്. a എന്ന് പറയുന്നത് 3ഉം b എന്ന് പറയുന്നത് 4ഉം c എന്ന് പറയുന്നത് 5ആണെന്ന് വിചാരിക്കാം. അപ്പോൾ a + b ഗ്രേറ്റർ ദാൻ c എന്ന് പറയുമ്പോൾ
3 + 4 > 5 ആണോ എന്ന് നോക്കാം. 3 + 4 എന്ന് പറയുന്നത് 7 ആണ്, 7 ആണ്. 7 5 ഗ്രേറ്റർ ആണല്ലോ, 7 > 5 ആണല്ലോ, ട്രൂ ആണ്, ശരിയാണ്. അപ്പോൾ അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. A + C > B ആണോ നോക്കുക. A + C എന്ന് പറയുമ്പോൾ 3ഉം 5ഉം ആണ്. 3 + 5 > 4 ആണോ നോക്കുക. 3 + 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 എന്ന് പറയുന്നത് > 4 ആണല്ലോ, 4 വലുതാണ് 8, അപ്പോൾ അതും ട്രൂ ആണ്, ശരിയാണ്. അടുത്തത് ഇനി നമ്മൾ B + A എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ 4ഉം 5ഉം. 4 + 5 > 3 ആണോ നോക്കുക. 4 + 5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. 9 > 3 ആണല്ലോ, 3 വലുതാണ് 9, അപ്പോൾ അതും ട്രൂ ആയി. അങ്ങനെയാണെങ്കിൽ all conditions are true, so it can form a triangle. എല്ലാ വ്യവസ്ഥകളും ശരിയാണ്, അതുകൊണ്ട് നമുക്കിത് വെച്ച് ഒരു ത്രികോണം നിർമ്മിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? എല്ലാം ട്രൂ ആയാൽ മാത്രം, എല്ലാം ശരിയായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിൽ ഒരെണ്ണം കൂടിയുണ്ട്. അതിൽ നമ്മുടെ വശങ്ങൾ എന്ന് പറയുന്നത് 10, 5, 4, 10, 5, 4. 10A-യും 5B-യും അതുപോലെ C4 ആയിട്ട് എടുക്കാം. നമ്മൾ നോക്കുമ്പോൾ 10 + 5 > 4, A + B > Cയിലെ 10 + 5 > 4 ആണോ നോക്കാം. 10 + 5 എന്ന് പറയുന്നത് 15 ആണ്. 15 > 4 ആണോ, 4 വലുതാണോ 15? അതെ, ട്രൂ ആണ്, ശരി. അടുത്തത് A + C > B ആണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ 10 + 4 > 5 ആണോ എന്ന് നോക്കി. 10 + 4 14 ആണ്. 14 > 5 ആണല്ലോ, 5 വലുതാണ് 14, അപ്പോൾ അതും ട്രൂ വന്നു. അടുത്തത് B + C > A. 5 + 4 > 10 ആണോ എന്ന് നോക്കുന്നുണ്ട്. 5 + 4 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 എന്ന് പറയുന്നത് 10 വലുതാണോ? അല്ല, അപ്പം അത് തെറ്റാണ്. ഒരു കണ്ടീഷൻ തെറ്റായിട്ട് വന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല, ത്രികോണം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഇക്വേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനത്തെ B+ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് A ആണ്. A അല്ല, B + C > A ആണ് വരിക കേട്ടോ. അതൊന്ന് ശരിക്കും എഴുതിക്കോളോ. എല്ലാ വ്യവസ്ഥകളും ശരിയല്ല, അതുകൊണ്ട് ത്രികോണം നിർമ്മിക്കാൻ സാധിക്കില്ല. ഓൾ കണ്ടീഷൻസ് ആർ നോട്ട് ട്രൂ, സോ കനോട്ട് ഫോം എ ട്രയാങ്കിൾ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലത്തെ 4th ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറുമാണ് വരയ്ക്കേണ്ടത്. ആദ്യത്തെ ഫിഗറാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അവിടെ ഒന്നുമില്ല, ആദ്യം നമ്മളൊരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട്, 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ അറ്റത്തു നിന്നും നമ്മൾ 6 സെൻറ്റിമീറ്റർ വീതം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 4 ട്രയാങ്കിൾ, 4 ത്രികോണങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ആ ത്രികോണങ്ങളുടെ എല്ലാ കോർണേഴ്സും കൂടി നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ പുറത്തും കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത് നോക്കാം, സിമ്പിളാണ്. ആദ്യം 4 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ വരയ്ക്കുക. നമുക്കറിയാം സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ എല്ലാ കോണുകളും ആംഗിൾസും 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഞാൻ ലൈനിൻ്റെ രണ്ട് ഭാഗത്തും 90 ഡിഗ്രി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രാക്ടർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ ലൈൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. നീട്ടി വരച്ചതിന് ശേഷം നമുക്ക് സ്ക്വയറിന് അറിയാം സമചതുരത്തിന് 4 സെൻറ്റിമീറ്ററേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ആ 2 ലൈനുമേ 4 സെൻറ്റിമീറ്റർ കറക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് അത് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 4 ലൈൻസും അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വേണ്ടത് ട്രയാങ്കിളാണ്. അതും ത്രികോണം 6 സെൻറ്റിമീറ്റർ വീതം 4 ത്രികോണങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം നമുക്കിവിടെ 4 ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്, 4 സ്ക്വയറിൻ്റെ ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം മുകളിലത്തെ ആ ഒരു വശം എടുത്തു. അവിടെ ഞാൻ ആ ലൈനിൻ്റെ 2 അറ്റത്തു നിന്നും 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആർക്ക് വരച്ചു. ഇനി ആ 2 വശം മാത്രമല്ല, എല്ലാ സ്ക്വയറിൻ്റെ വശത്തുനിന്നും എല്ലാ സമചതുരത്തിൻ്റെ വശത്തുനിന്നും ഞാനിങ്ങനെ ആർക്ക് വരച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സൈഡിൽ നിന്നും 2 അറ്റത്തു നിന്നായിട്ട് 6 സെൻറ്റിമീറ്ററിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ആർക്ക് വരയ്ക്കണം. അതിനുശേഷം എവിടെ നിന്നൊക്കെയാണോ നമ്മൾ ആർക്ക് വരച്ച് ആ ഒരു ലൈനിൻ്റെ 2 അറ്റത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, എവിടെയാണോ ആർക്കിലെ ആ 2 ആർക്കും ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് അവിടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കിൾ കിട്ടും. ഇനി നമ്മൾ ആ ട്രയാങ്കിളിലെ എല്ലാ കോർണേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ കിട്ടും. അതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഫിഗറാണ്. അവിടുത്തെ ആ മെഷർമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ താഴെ 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ മുകളിൽ വരുന്ന ത്രികോണത്തിൻ്റെ താഴെ 6 സെൻറ്റിമീറ്റർ, അതിൻ്റെ മുകളിൽ വരുന്ന ത്രികോണത്തിൻ്റെ താഴെ അപ്പോൾ എത്രയായിരിക്കും, 12 വന്നു. 12ൻ്റെ പകുതി 6 വന്നു. 6ൻ്റെ പകുതി എത്രയാണ്, 3 വരും. ഇനി നിങ്ങൾ സൈഡിലെ വശങ്ങൾ നോക്കി 8 സെൻറ്റിമീറ്റർ വന്നു.
അതിൻ്റെ മുകളിലത്തെ ട്രയാങ്കിൾ 4 സെൻറ്റിമീറ്റർ വന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ എത്ര വരും? 8ന് പകുതി 4, 4ൻ്റെ പകുതി 2 വരും. ഇനി അടുത്ത സൈഡ് നോക്കാം. 10 സെൻറ്റിമീറ്റർ വന്നു. അതിൻ്റെ മുകളിലത്തെ ട്രയാങ്കിളിന് 5 സെൻറ്റിമീറ്റർ വന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ എത്ര വരിക? 2.5. 5ൻ്റെ പകുതി അതാണല്ലോ. അത് വെച്ച് നമുക്കൊന്ന് വരച്ചെടുക്കാം. ആദ്യം വലിയ ട്രയാങ്കിൾ വരയ്ക്കാം, പിന്നെ അതിൻ്റെ മുകളിലത്തെ, പിന്നെ അതിൻ്റെ മുകളിലത്തെ, എന്നിട്ട് അതിൻ്റെ എല്ലാ കോർണേഴ്സും അറ്റത്ത് വരുന്ന കോർണേഴ്സ് ഇല്ലേ, അത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് 2 ലൈനാക്കുക. അപ്പോൾ വലിയ ത്രികോണം കിട്ടും. ഇങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മൾ 12 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചു കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? 8 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുള്ള ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണമാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കോമ്പസിലെ 8 സെൻറ്റിമീറ്റർ എടുക്കുക, അതെടുത്ത് ആർക്ക് വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ എടുക്കുക, അതെടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. ആ 2 ആർക്കുകളും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് പോയിൻ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ 12 സെൻറ്റിമീറ്റർ വരച്ച ലൈനിൻ്റെ 2 അറ്റത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇനി നമുക്ക് അവിടുത്തെ മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. 8, 10. ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് വേണം? അടുത്ത ലൈൻ വരയ്ക്കണം. പാരലൽ ലൈൻസ് ആണ് ഈ 3 എണ്ണം. പാരലൽ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുക? ഏത് ലൈനിനാണോ പാരലൽ ലൈൻ വേണ്ടത് അവിടെ സെറ്റ് സ്ക്വയറും സ്കെയിലും ഇങ്ങനെ വെച്ച് സെറ്റ് സ്ക്വയർ മാത്രം നീട്ടി സ്കെയിൽ എടുത്ത് മാറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്, ആണല്ലോ. അപ്പോൾ ആ പോയിൻ്റ് എവിടെയാണ്? ആ പോയിൻറ്റിൻ്റെ അപ്പുറത്തേക്ക് 3 സെൻറ്റിമീറ്റർ, ഇപ്പുറത്തേക്ക് 3 സെൻറ്റിമീറ്റർ, അങ്ങനെ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ ഈക്വലി നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അവിടുന്ന് നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണ് വേണ്ടത്? താഴെ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മുകളിൽ 4 സെൻറ്റിമീറ്റർ, താഴെ 10 ആണെങ്കിൽ മുകളിൽ 5. അപ്പോൾ ആദ്യം 4 സെൻറ്റിമീറ്ററുള്ള ഒരു ആർക്ക് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് 10ൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ ഇതുപോലെ കോമ്പസിൽ എടുത്തതിന് ശേഷം എന്ത് വേണം? 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ആർക്ക് നമ്മൾ വരയ്ക്കുന്നു. ഈ 2 ആർക്കും എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മൾ ഈ ലൈൻ്റെ 2 അറ്റത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള 3ാമത്തെ ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ സ്കെയിലും സെറ്റ് സ്ക്വയറും ഇങ്ങനെ വെച്ചിട്ട് ആ 3ാമത്തെ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ട്രയാങ്കിളിൻ്റെ മുകളിലുള്ള ആ പോയിന്റിൽ നിന്ന് അവിടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്കത് എത്ര വശം വേണ്ടത്? താഴെ 12, അതിന് മുകളിൽ അതിന് 6 വന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ 3 സെൻറ്റിമീറ്ററാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പോയിൻറ്റിൻ്റെ അവിടുന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1.5 ഇപ്പുറത്തേക്കും 1.5 ഇപ്പുറത്തേക്കും എടുത്തു. അപ്പോൾ ടോട്ടൽ 3 സെൻറ്റിമീറ്റർ. ആ പകുതി 3ൻ്റെ ആ ഒരു പകുതി എന്ന് പറയുന്നത് കട്ട് ചെയ്യണത് എവിടെയായിരിക്കണം? 2ാമത്തെ ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ ആ ഒരു പോയിൻ്റ് ആയിരിക്കണം കേട്ടോ. അതിൻ്റെ പകുതി വെച്ച് ഡിവൈഡ് ചെയ്യണത്. അങ്ങനത്തെ രീതിയിൽ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 8ഉം 4ഉം വന്നു, 5ഉം 10 വന്നു, 6ഉം 12 വന്നു. അങ്ങനെയാണെങ്കിൽ മുകളിൽ എത്രയായിരിക്കും? 12 വന്നു, അതിൻ്റെ പകുതി 6 വന്നു, 6ൻ്റെ പകുതി 3 എഴുതി. ഇനി 8 വന്നു, അതിൻ്റെ പകുതി 4 എഴുതി, 4ൻ്റെ പകുതി 2 എടുത്തിട്ട് നമ്മളൊരു ആർക്ക് വരച്ചു. 10 എഴുതി, 10ൻ്റെ പകുതി 5 എഴുതി, 5ൻ്റെ പകുതി 2.5 എടുത്തിട്ടും നമ്മളൊരു ആർക്ക് വരച്ചു. ആ ആർക്ക് എവിടെയാണോ ജോയിൻ ചെയ്യണത് അവിടുന്ന് നമ്മൾ ലൈനിൻ്റെ 2 അറ്റത്തേക്ക് നീട്ടി അങ്ങോട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വലിയ ട്രയാങ്കിൾ കിട്ടണമല്ലോ. അതിനായിട്ട് ആ ട്രയാങ്കിളിൻ്റെയൊക്കെ ഒരു ഭാഗത്തുള്ള 3 വശങ്ങളും അതിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക. 3 വശങ്ങളും തൊടണ രീതിയിൽ വേണം എന്ത് വേണം? ലൈൻ വരയ്ക്കാനായിട്ട് കേട്ടോ. അതൊന്ന് വലുതാക്കി വരച്ചു കൊടുക്കുക, നീട്ടി വരച്ചു കൊടുക്കുക കേട്ടോ. 3 ലൈനും എന്ത് വേണം? 3 പോയിൻറ്റും എന്ത് വേണം? ജോയിൻ ചെയ്യണം. ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വലുതാക്കി വരച്ചു കൊടുക്കുക. മാക്കിയാലോ നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത സൈഡിലും 3 കോർണേഴ്സും ജോയിൻ ചെയ്യണ രീതിയിൽ തന്നെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ വരച്ച 2 ലൈനും ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ബാക്കിയുള്ള ലൈൻ നമ്മൾ മാച്ചു കളയാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വലിയ ത്രികോണം എന്ന് പറയുന്നത് ഇപ്പോൾ വരച്ചിരിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം. 8 ആണ് താഴെ വരുന്ന ഒരു സൈഡ്. അപ്പോൾ അതിൻ്റെ മുകളിൽ 4, അതിൻ്റെ മുകളിൽ 2 ആയിരിക്കും. ഓക്കെ, ഇനി 10 വന്നു, അതിൻ്റെ പകുതി 5, അപ്പോൾ അതിൻ്റെ മുകളിൽ 2.5. പിന്നെ 12 വന്നു, 6, അതിൻ്റെ മുകളിൽ 3. ക്ലിയർ ആയില്ലേ? ഇനി ജസ്റ്റ് ആ 3 ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, വരയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ചാപ്റ്ററിൽ ബാക്കി അധികം ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്